രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒതുക്കി തീർന്നിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അതായത് രാവിലെ നേരത്തെ എണീറ്റിട്ട് ഞാൻ പൈപ്പ് വെറുതെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളം വന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറേ ദിവസമായി 2-3 ദിവസമായി നമ്മുടെ പൈപ്പിൽ വെള്ളം വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ അലക്കി കുളിക്കാം, എന്നാൽ പിന്നെ ആ പണി അവിടെ കഴിഞ്ഞല്ലോ എന്ന്. അപ്പോൾ രാവിലെ തന്നെ വേഗം അലക്കാണ് കേട്ടോ. അങ്ങനെ ആദ്യമോനെ സ്കൂളിലേക്ക് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ പോവാണ് ഗൈസ്, ഞങ്ങൾ സ്കൂളിൽ പോവാണ്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സാണ് കേട്ടോ. അമ്മച്ചിനിപ്പോൾ ഭയങ്കര മടിയാ അങ്ങനെ കൊണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ പോസ്റ്റാണ് ഗൈസ്, പോസ്റ്റാണ്. വണ്ടി വരാൻ സമയമില്ല, കുറച്ചുകൂടി സമയമെടുക്കും. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. കുറച്ചധികം നേരം അവിടെ നിന്ന് അവനെ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. പുട്ടും കറിയായിരുന്നു, അപ്പോൾ അത് കഴിക്കുകയാണ്. അതിനുശേഷം വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വേറെ വീഡിയോൻ്റെ കണ്ടൻറ്റാണ് കേട്ടോ. ഇത് വെളുത്തുള്ളിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാനതിൽ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഷൂട്ട് ചെയ്യായിരുന്നു. 2-3 വീഡിയോ ഒക്കെ ഞാൻ ഒരു ദിവസം തന്നെ ഷൂട്ട് ചെയ്യും കേട്ടോ. ഇങ്ങനത്തേത് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കുന്നതൊക്കെ ഞാനങ്ങനെ ഷൂട്ട് ചെയ്യാറുണ്ട്. ചോറായി, കറിയായി, പിന്നെ ഇതേപോലെ കുറച്ച് കോഴിമുട്ട ഇതേപോലെ ഒന്ന് ആക്കി. പിന്നെ അതിനുശേഷം വൈകുന്നേരം ഏകദേശം ഒരു 2:30-3 മണി സമയത്ത് ഞാനും അമ്മയും കൂടെ താഴെ നമ്മുടെ പുഴയുണ്ടല്ലോ, പുഴേൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അത് വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ എന്തിനാണെന്നറിയോ, നമുക്ക് വെളിച്ചെണ്ണ കാച്ചി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെയർ ഗ്രോത്തിനൊക്കെ ഉള്ള. അത് കാച്ചാൻ വേണ്ടിയിട്ട് കഞ്ഞെണ്ണയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കഞ്ഞെണ്ണ ബ്രഹ്മിയൊക്കെ കിട്ടണം, അതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോവുക. അത്യാവശ്യം 2:30 സമയമായെങ്കിലും വയലാണ്, പുഴയാണ്, കുന്നാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അതല്ല, ഈ കഞ്ഞെണ്ണൊക്കെ ഇങ്ങനെ പറിച്ച് തിരഞ്ഞ് കണ്ടുപിടിച്ച് ഇങ്ങനെ പറിച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ തിരഞ്ഞ് കണ്ടുപിടിച്ചെടുക്കണം. ചെറുതും വലുതും അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പറിച്ചെടുക്കില്ലേ. ചെറുതൊക്കെ ആണെങ്കിൽ തുഞ്ചം മാത്രം നുള്ളി എടുക്കുക ചെയ്യാം. നല്ല വെയിലായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മൈഗ്രെയിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടും അമ്മ കുടയൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ കഞ്ഞെണ്ണ വരയ്ക്കുന്നത്. കണ്ടോ, പുഴേൻ്റെ സൈഡിൽ കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ. കണ്ടോ, വയലാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറിക്കുകയാണ് കേട്ടോ. പിന്നെ തെച്ചിപ്പൂവ് ഉണ്ടാകും, കാട്ടുതെച്ചി ഒരുപാടുണ്ട്. ഈ കാണുന്ന എന്താ പറയുക, ചാലി എന്നൊക്കെ പറയും, അതിലൊക്കെ വെള്ളം നിൽക്കുന്നതാണ്. ഇപ്പോൾ റിസോർട്ടൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ടും ഇക്കോ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെ ആയതുകൊണ്ട് ഓരോരോ എന്താ പറയുക റിസോർട്ടും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു തോട് മാതിരി മൊത്തത്തിലിങ്ങനെ ചാലി വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതേപോലെ വെള്ളത്തിലൊക്കെ നിറയെ ബ്രഹ്മിയാണ് കേട്ടോ. അതേപോലെ തെച്ചിയും ഉണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് തെച്ചിപ്പൂവ് ആവശ്യമുള്ളത് കാരണം കാട്ടുതെച്ചിയാണ് എടുക്കുന്നത്. കാട്ടുതെച്ചി ഞാൻ അവിടെ ഉള്ളതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രഹ്മി എടുക്കുന്നുണ്ട് കേട്ടോ. ബ്രഹ്മി അമ്മ അപ്പുറത്തുനിന്ന് കുറേ പറിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ മീൻകുട്ടികളുണ്ടല്ലോ, ഗപ്പിക്കുട്ടികൾ, അപ്പോൾ അവർക്ക് ഈ ബ്രഹ്മിയുടെ ഇത് വേരോട് കൂടി ആ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ബ്രഹ്മി ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്, എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. നമ്മളെല്ലാ ആവശ്യത്തിനും ഇപ്പോൾ വെളിച്ചെണ്ണയിലേക്കാണെങ്കിലും കുട്ടികൾക്ക് വെറും വയറ്റിൽ രാവിലെ കൊടുക്കുന്ന കഫക്കെട്ടിൻ്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ടും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനും വരുന്ന കുറച്ച് ബ്രഹ്മി കൂടി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി അതിനുശേഷം നമ്മൾ വീണ്ടും അത് ആ കാണുന്ന ഒരു റൗണ്ടായിട്ടുള്ളൊരു ചെടി കണ്ടോ, അതൊക്കെ ഔഷധ ആണ് കേട്ടോ. മുത്തൽ എന്ന് പറയും അതിന്. അതൊക്കെ ഔഷധമാണ്. നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചുറ്റും തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വീണ്ടും കഞ്ഞെണ്ണ അല്ലെങ്കിൽ ഭൃംഗരാജ് അത് പറിക്കാൻ വേണ്ടി ഇങ്ങനെ തിരഞ്ഞു നോക്കി നടക്കുന്ന സമയത്താണ് അമ്മ ഇവനെ കൊണ്ടുത്തത്. നിങ്ങൾ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടാകും. അത് ഗോൾഡൻ ബെറിയാണ് കേട്ടോ. അടിപൊളിയാണ്. സാധനം എവിടെയും കിട്ടാനില്ല ഗോൾഡൻ ബെറി. ഇപ്പോൾ പണ്ടൊക്കെ ഇതേപോലെ എല്ലായിടത്തിലും കാണായിരുന്നു. എന്നിട്ട് അത് പറിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കിയിരുന്നു. ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ വീട്ടിൻ്റെ അയൽവാസിയായിട്ടുള്ള ഷാഫിക്കൊക്കെ വന്നിട്ട് ഒരു കൊറിയർ സാധനവും തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അന്ന് മീഷോന്ന് പണി കിട്ടിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും പൊളിച്ച് നോക്കാറുണ്ട്.
അപ്പോൾ വേഗം തന്നെ പൊളിച്ച്. എന്താണെന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്ക് കാണേണ്ട എന്താണെന്നുള്ളത്. നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ കൊറിയറിൻ്റെ ആൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ട അയൽവാസി ആയതുകൊണ്ട് തന്നെ ആൾ വിളിക്കൊന്നുമില്ല. നേരെ എൻ്റെ പേരിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിൽ കൊണ്ടു തരും കേട്ടോ. ആ ഒരാൾ മാത്രമേ വീട്ടിലേക്ക് വരാറുള്ളൂ. ബാക്കി എല്ലാ കൊറിയറിൻ്റെ ആളുകളെ ഞാൻ താഴെ റോഡിൻ്റെ അവിടെ നിർത്തുക ചെയ്യുക. അവർ ബാഗും തൂക്കിയിട്ട് മേലോട്ടേക്ക് കയറി വരാൻ നമ്മുടെ വീടിൻ്റെ വഴി കുറച്ച് പ്രശ്നമായത് കാരണം വീട്ടിലേക്ക് വരുത്തിക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം. ഇത് മിക്സഡ് ബെറിയാണ് കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള ബെറീസാണ്. അതിൻ്റെ മേലെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വെച്ചതുകൊണ്ടായിരിക്കും. അതൊക്കെ ഞാൻ തുടച്ച് മാറ്റി. ഉള്ളിലുള്ള സാധനം ഇനി എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അത് പൊളിച്ച് നോക്കി കേട്ടോ. അതിനകത്ത് ഒരു 5-6 ടൈപ്പ് ബെറീസ്, നമ്മളെ വെള്ള മുന്തിരിയില്ലേ അത്, കറുപ്പ്, പിന്നെ അതേപോലെ ചെറി, പിന്നെന്താ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് പൊളിച്ച് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ, ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും പൊളിച്ചതാണോ ഭഗവാനെ. അപ്പോൾ അല്ലായിരുന്നു, അത് ആ അടപ്പിൻ്റെ മേലുള്ള ആ ഒരു എന്താ പറയുക സിൽവർ പേപ്പറാണ്, ഫോയിലിംഗ് പേപ്പറില്ലേ അതേപോലത്തെ. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഉണ്ട് ഇതിൽ, ആ റെഡ് കളറിൽ. ഇതൊക്കെ ചെറിയാണ് കേട്ടോ. ഈ റെഡ് കളറിൽ കാണുന്ന സാധനം കണ്ടോ, അതിന് എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അതിൻ്റെ പേരെന്താണെന്നല്ല ഞാൻ മറന്നുപോയി. ആ പാക്കിൻ്റെ മേലെ എല്ലാ സാധനങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. 250 ഗ്രാമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമുക്കിങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷേക്കൊക്കെ അടിക്കുന്ന സമയത്ത് ഇടാനോ സ്മൂത്തി ചെയ്യുമ്പോൾ ഒക്കെ ഇടാലോ എന്ന് ഓർത്തിട്ട് വാങ്ങിയതാണ്. ആദ്യമോ വൈകുന്നേരം സ്കൂളിൽ വന്നതിന് ശേഷം ഞാൻ അവന് നേന്ത്രപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക ജ്യൂസായിരുന്നു, പക്ഷേ അത് പുഡിങ്ങായി മാറിപ്പോയി. അതാണിത്. അവനുള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ആണല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കഴിച്ചതാണ്. അപ്പോൾ അവനുള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയായി മാറിയിട്ടുണ്ട് കേട്ടോ. കപ്പിലാണ് ഞാൻ എടുത്ത് വെച്ചത്. ശരിക്കും ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ജ്യൂസായിട്ട് വെച്ചതാണ്. ഞാൻ ഫ്രിഡ്ജിൽ പോലും വെച്ചിട്ടില്ല, നോർമൽ അവിടെ വെച്ചു. ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴും ഞാൻ നോക്കിയിട്ടില്ലെന്നേ. ഞാൻ കുടിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മണപ്പിച്ച് നോക്കി. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, മണപ്പിച്ച് നോക്കി കുടിച്ചപ്പോഴാണ് അത് തിക്കായി വന്നിട്ടുള്ളത്. രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള പെർസിമൻ ഫ്രൂട്ടിൻ്റെ ഇത് കണ്ടോ, ജ്യൂസാണ്, പക്ഷെ അത് നല്ല ജെല്ലി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, കോൺഫ്ലവർ പോലും ഇല്ലാതെ വെറും പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സംഭവമാണെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ. അപ്പോൾ വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമോൻ്റെ യൂണിഫോം തേക്കുകയാണ് കേട്ടോ. തേച്ചിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തേക്കേണ്ട ആവശ്യമില്ല. എങ്ങാനും രാവിലെ കറണ്ട് ഇല്ലെങ്കിൽ പണി പാടുമല്ലോ, അപ്പോൾ രാത്രി തന്നെ തേച്ച് വയ്ക്കും. പിന്നെ ഹോംവർക്കും കാര്യങ്ങളും, ഡയറി എഴുതുക, വാർത്ത എഴുതുക, ഈ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം വൈകുന്നേരം ഇരുടായ സമയത്ത് സന്ധ്യാനേരത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറിച്ച് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, കഞ്ഞെണ്ണ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കി. ഇതാണ് പേപ്പർ സോപ്പ്. ഇതാരും എന്നതാ ദർശന്ത് ഫ്രണ്ട് വന്ന്. എത്ര എണ്ണം ഉണ്ട്? ഒന്നോ 2 ഉണ്ട്. വെള്ളമാക്കിക്കോ. ഇതിന്റെ പരീക്ഷണം ഞങ്ങൾ എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. കണ്ടോ, ഒരു തുള്ളി വെള്ളം ഒഴിച്ചു, അത് അരിഞ്ഞു പോയി. കണ്ടോ. ഇനി കുറച്ചുകൂടി നനച്ചിട്ട് കൈ ഉരച്ച് കഴുകാം. ഇത് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. കൈ കഴുകാൻ വേണ്ടിയിട്ട്, ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവരുന്ന. അപ്പോൾ എല്ലാവർക്കും കൊടുക്കും അത്രേ. അങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങോട്ട് നീട്ടി കഴുകാം. കൈയൊക്കെ കഴുകി ഞങ്ങൾ രാത്രിയത്തെ ഭക്ഷണം കഴിച്ചു. ഞാനൊരു 6 മണി 6:30 7 മണീൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കും കേട്ടോ. അവന് ചോറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണേ.